وأسروا قولكم أو اجهروا به إنه عليم بذات الصدور. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونستهدي ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا إذا ناجيتم الرسول فقدموا بين يدي نجواكم صدقا، ذلك خير لكم وأطهر، فإن لم تجدوا فإن الله غفور رحيم. أأشفقتم أن تقدموا بين يدي نجواكم صدقات فإن لم تفعلوا وتاب الله عليكم فأقيموا الصلاة وآتوا الزكاة وأطيعوا الله ورسوله والله خبير بما تعملون. ألم تر إلى الذين تولوا قوما غضب الله عليهم ما هم منكم ولا منهم ويحلفون على الكذب وهم يعلمون. أعد الله لهم عذابا شديدا إنهم ساء ما كانوا يعملون. اتخذوا أيمانهم جنة فصدوا عن سبيل الله فلهم عذاب മുഹീൻ. ഏറ്റവും സ്നേഹബഹുമാനമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം കാത്തുസൂക്ഷിക്കുക, അതിനായി പ്രയത്നിക്കുക, പ്രാർത്ഥിക്കുക. അള്ളാഹു നൽകിയിട്ടുള്ള അവസരങ്ങളെ, സന്ദർഭങ്ങളെ യഥാർത്ഥ മുസ്ലിമായി ജീവിക്കുവാനും മുസ്ലിമായി മരണപ്പെടുവാനും അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ എത്തിച്ചേരുവാനും ഉപയോഗപ്പെടുത്തുക. അള്ളാഹു അതിന് നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. 58-ാം അധ്യായമായ സൂറത്തുൽ മുജാദിലയിലെ 11 ആയത്തുകളാണ് നാം പഠിച്ചിട്ടുള്ളത്. ഇന്നത്തെ ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് 12 മുതൽ 16 വരെയുള്ള ആയത്തുകളാണ് നാം പഠിക്കുന്നത്. 11-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സദസ്സിൽ വിശ്വാസികളാകുന്ന ഞാനും നിങ്ങളും പാലിക്കേണ്ട നിയമങ്ങളെക്കുറിച്ചാണ്, മര്യാദകളെക്കുറിച്ചാണ് അള്ളാഹു നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. വിശ്വാസികളെ, ഇരിപ്പിടങ്ങളിൽ നിങ്ങൾ വിശാലത ചെയ്തു കൊടുക്കണം. അങ്ങനെ വിശാലത ചെയ്യാൻ അവർ ആവശ്യപ്പെട്ടാൽ നിങ്ങൾ വിശാലത ചെയ്തു കൊടുക്കണം എന്ന് അല്ലാഹു തആല പറഞ്ഞു. എന്നാൽ അള്ളാഹു നിങ്ങൾക്ക് വിശാലത ചെയ്യും എന്നാണ് അള്ളാഹു പഠിപ്പിച്ചത്. നാം ഇവിടെ പറഞ്ഞു, വിശാലത സൗകര്യം ചെയ്തു കൊടുക്കാൻ ആവശ്യപ്പെടാതെ തന്നെ ചെയ്തു കൊടുക്കുക എന്നത് നമ്മുടെയൊക്കെ ബാധ്യതയാണ്. ഒരാൾ ആവശ്യപ്പെട്ടാൽ എന്തായിരുന്നാലും എന്തു വേണം? അവിടെ നാം വിശാലത ചെയ്തു കൊടുക്കുകയും വേണം. വാഹനങ്ങളിലും അതേ പ്രകാരം പൊതുസ്ഥലങ്ങളിലുമൊക്കെ പലരും ചെയ്യുന്ന ഒരുപാട് കാഴ്ചകൾ നമ്മയൊക്കെ പല സന്ദർഭങ്ങളിലായി വേദനിപ്പിച്ചിട്ടുണ്ട്. പഴയ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വർത്തമാന കാലഘട്ടത്തിൽ എന്നത്തേക്കാളും ജനങ്ങൾ അള്ളാഹുവിൻ്റെ ഈ കൽപ്പന ഗൗരവത്തോടെ ഓർമ്മിക്കേണ്ട ഒന്നാണ്. വാഹനങ്ങളിലും ബസ് സ്റ്റാൻഡുകളിലും അതുപോലെയുള്ള പൊതു ഇടങ്ങളിലൊക്കെ ഒരു വിഭാഗം ആളുകൾ സ്വന്തത്തെ മാത്രം ഗൗനിക്കുകയും മറ്റുള്ള ആളുകളെ തീരെ ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ പലപ്പോഴും നമ്മളൊക്കെ കാണാറുണ്ട്. അവിടെ സ്ഥലം ഉണ്ടാകും, മറ്റുള്ള ഒരാൾക്കോ രണ്ടാൾക്കോ ഒക്കെ ഇരിക്കാനുള്ള, അവർക്ക് വിശ്രമിക്കാനുള്ള സ്ഥലങ്ങൾ ഉണ്ടായിരിക്കെ ഒരു സഹായം ചെയ്തു കൊടുക്കാൻ മനസ്സില്ലാത്ത ആളുകളായി ഞാനും നിങ്ങളും മാറാൻ പാടില്ല. നമ്മളവിടെ ഒന്ന് ഒതുങ്ങിക്കൊടുത്താൽ അല്പം ഞെരുക്കം നമുക്കൊക്കെ ഉണ്ടാകും. എന്നാൽ കൂടി അവിടെ സൗകര്യം ഉണ്ടാക്കി കൊടുക്കുകയാണ് മറ്റുള്ള ആളുകൾക്ക് വേണ്ടത് എന്ന് ഇസ്ലാം പഠിപ്പിക്കുമ്പോൾ ഇസ്ലാമിൻ്റെ ആളുകൾ കൂടി, മുസ്ലിമീങ്ങളാകുന്ന ആളുകൾ ആരങ്ങനെ ചെയ്താലും മുസ്ലിമീങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകാൻ പാടില്ല. മനസ്സിലായില്ലേ? ചില സ്ഥലങ്ങളിലൊക്കെ പോയാൽ കാണാം, ഒരു 4, 5, 6 ആളുകൾക്ക് ഇരിക്കാനുള്ള സ്ഥലങ്ങളിൽ ഇവരിങ്ങനെ കാലും നീട്ടി സുഖമായി ഉഷാറായിട്ട് അവൻ്റെ സ്വന്തം പോലെ, അവൻ്റെ സ്വന്തം വീട്ടിലിരിക്കുന്ന സോഫയിൽ ഇരിക്കുന്നത് പോലെ ഇങ്ങനെ ഇരിക്കുന്നത് കാണാം. എന്നിട്ടോ മറ്റുള്ള ആളുകൾ വന്നാൽ, ഒരു രോഗിയായ അല്ലെങ്കിൽ വയസ്സായ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെയുമായി എടുത്തുകൊണ്ട് ആരെങ്കിലും വരികയൊക്കെ ചെയ്താൽ അവരെ കാണുക പോലും ചെയ്യാത്തതുപോലെ അഭിനയിച്ചുകൊണ്ട് ഇരിക്കുന്നവരെയും നമുക്ക് കാണാവുന്നതാണ്.
മനസ്സിലായില്ലേ? ആ കാലൊന്ന് മാറ്റിക്കൊടുക്കാൻ, ഒന്ന് ചുരുക്കി കൊടുക്കാൻ പോലും സന്മനസ് കാണിക്കാത്ത ആളുകൾ. ഇത്തരത്തിൽ ഒന്നും ഞാനും നിങ്ങളും ഉണ്ടാകാൻ പാടില്ല. ഇത്തരം ആളുകളുടെയൊക്കെ ആ പ്രവർത്തനം കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് മറ്റുള്ള ആളുകൾ കൈക്കുഞ്ഞുങ്ങളുമായി നിൽക്കുന്നത്, രോഗിയാകുന്ന ആളുകൾ കഷ്ടപ്പെടുന്നത്, വയസ്സായ പ്രായമുള്ള ഉപ്പമാരും ഉമ്മമാരൊക്കെ പ്രയാസപ്പെടുന്നതിൽ ആനന്ദം കൊള്ളുന്ന, അതൊക്കെ ഇവർക്ക് വല്ലാത്തൊരു മനസ്സുഖം നൽകുന്ന കാര്യമാണോ എന്ന് തോന്നിപ്പോകും ചില ആളുകളുടെയൊക്കെ പ്രവർത്തനങ്ങൾ കണ്ടാൽ. അതുകൊണ്ട് പ്രിയപ്പെട്ട വിശ്വാസിനികളെ, അന്യരുടെ മറ്റുള്ള ആളുകളുടെ ആവശ്യം, അവരുടെ അവസ്ഥ കണ്ടറിഞ്ഞ് അവരാവശ്യപ്പെടുന്നതിന്റെ മുമ്പ് തന്നെ എങ്ങനെയെല്ലാം നമുക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ കഴിയുമോ അത്തരത്തിലുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണെന്നും, അങ്ങനെ ആവശ്യപ്പെടുന്ന ആളുകൾ ഉത്തരവാദിത്തപ്പെട്ട ഓരോ വിഷയവുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ടവരാകുമ്പോൾ അത് നമുക്ക് നിർബന്ധമാണ് എന്നുകൂടെയാണ് ഈ ആയത്ത് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. നമുക്കറിയാം, ഒരു സദസ്സിലേക്ക്, ഒരു ഇൽമിന്റെ മജ്‌ലിസ് ആകട്ടെ അല്ലെങ്കിൽ പള്ളിയാകട്ടെ, അവിടെയൊക്കെ ആദ്യം വരുന്ന ആളുകൾ സ്ഥലം പിടിക്കുക, ആദ്യം സൗകര്യപ്പെടുന്ന സ്ഥലങ്ങളിൽ സ്ഥലം പിടിക്കുക എന്നത് സ്വാഭാവികമാണ്. നമുക്ക് കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിലേക്ക് കടന്നു വന്നപ്പോൾ അവിടെ സാധാരണക്കാരാകുന്ന സ്വഹാബികളൊക്കെ അവിടെ എത്തിയിരുന്നു. അവരെല്ലാം സ്ഥലം പിടിക്കുകയും ചെയ്തു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തൊട്ടരികെ വേണ്ട ചില സ്വഹാബികൾ, അവർ ചില എഴുത്തുകുത്തുകാരായ കാത്തിബീങ്ങളാകുന്ന സ്വഹാബിമാരുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യങ്ങളൊക്കെ എഴുതി വെക്കുന്ന ആളുകൾ. അങ്ങനെ മുമ്പിൽ തന്നെ ഉണ്ടാകേണ്ട ചില ആളുകൾക്ക് സൗകര്യം കിട്ടാതെ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് കൂടെ അവരെ സൗകര്യം ചെയ്തു കൊടുക്കാൻ ആവശ്യപ്പെട്ടത് ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കാനും കഴിയും. അത് എല്ലാ സ്ഥലങ്ങളിലും ഒക്കെ ഉണ്ടാകും. അങ്ങനെ വളരെ വേണ്ടപ്പെട്ട ആളുകൾ, പ്രധാനികളാകുന്ന ആളുകൾ, മുമ്പിൽ തന്നെ ഉണ്ടാകേണ്ട അങ്ങനത്തെ ആളുകളൊക്കെ അവരെയൊക്കെ ഞാനാണ് ആദ്യം വന്നത്, അതുകൊണ്ട് ഞാൻ എൻ്റെ സ്ഥലം കൊടുക്കുകയില്ല എന്ന നിലപാടുകളല്ല സ്വീകരിക്കേണ്ടതെന്നും അവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കുകയാണ് വേണ്ടത് എന്നൊക്കെ ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമുക്കൊരു നഷ്ടവുമില്ല. അതാ അല്ലാഹു തആല തുടർന്ന് പറയുന്നത്, യഫ്സഹില്ലാഹു ലക്കും, അല്ലാഹു നിങ്ങൾക്ക് വിശാലത ചെയ്തു തരും. നിങ്ങളുടെ പദവി, ഒരാൾക്ക് സീറ്റ് എഴുന്നേറ്റ് കൊടുത്തു എന്നതുകൊണ്ട് നിങ്ങളുടെ പദവി കുറയുകയല്ല ചെയ്യുക, കൂടുകയാണ് ചെയ്യുക. നിങ്ങൾ വിശാലത ചെയ്തു കൊടുക്കുമ്പോൾ അല്ലാഹു തആല നിങ്ങൾക്ക് വിശാലത ചെയ്യുന്നുണ്ട് എന്ന് അത് നാളെ പരലോകത്ത് റഹ്മാനായ റബ്ബ് പ്രയാസങ്ങൾക്ക് പരിഹാരം കാണിച്ചു കൊടുത്ത ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പം നൽകുമെന്നെല്ലാം ഹദീസുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതൊക്കെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പഠിപ്പിക്കുന്നത്. സത്യവിശ്വാസികളാകുന്ന ആളുകൾ, എല്ലാ ആളുകളും ഈ കാര്യം ശ്രദ്ധിക്കണം, ഗൗരവത്തോടുകൂടെ ഈ മര്യാദ പാലിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ബോധ്യപ്പെടുത്തി തന്നു. മുമ്പുള്ള ആയത്തുകളിൽ രഹസ്യ സംഭാഷണങ്ങൾ പാടില്ലെന്നും യഹൂദികളാകുന്ന ആളുകൾ ചെയ്തതുപോലെയുള്ള രഹസ്യ സംഭാഷണം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകരുത്, അത്തരത്തിലുള്ള ആലോചനകളും ഗൂഢാലോചനകളും നിങ്ങൾ നടത്തുകയാണെങ്കിൽ അത് നന്മയ്ക്ക് വേണ്ടിയാകണം, തഖ്വയ്ക്ക് വേണ്ടിയാകണം, അള്ളാഹുവിന്റെ റസൂലിനെ അനുസരിക്കുന്ന വിഷയത്തിലാകണം എന്നൊക്കെ പറഞ്ഞിട്ട് 12ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുന്നത്, ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് ഒരാൾ രഹസ്യ സംഭാഷണം നടത്തുന്നതെങ്കിലോ അവിടെ പാലിക്കേണ്ട ഒരു നിയമമാണ് അല്ലാഹു ആദ്യം പറയുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, ഇദാ നജയ്തുമുർ റസൂല, നിങ്ങൾ റസൂലിനോട് സ്വകാര്യ സംഭാഷണം നടത്തുന്നതായാൽ, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനോട് സ്വകാര്യ സംഭാഷണം നടത്തുന്നതായാൽ, ഫഖദ്ദിമൂ നിങ്ങൾ സമർപ്പിക്കുക, ബൈന യദൈ നജ്വാക്കും, നിങ്ങളുടെ സ്വകാര്യ സംഭാഷണത്തിന്റെ മുമ്പ് നിങ്ങൾ സമർപ്പിക്കണം സ്വദഖ, ഒരു ദാനധർമ്മം സമർപ്പിക്കണം. ഇത് അല്ലാഹു തആല ആദ്യം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നിങ്ങൾ സ്വകാര്യ സംഭാഷണം നടത്തുമ്പോൾ എന്ത് വേണം? അല്ലാഹുവിന്റെ റസൂലിന് ഒരു സ്വദഖ നിങ്ങൾ കൊടുക്കണം. ദാലിക, അത് ഖൈറുൽ ലക്കും, നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമാണ്, വ അത്ഹർ, അത് കൂടുതൽ ശുദ്ധമായതുമാണ് എന്ന് അല്ലാഹു തആല പറഞ്ഞു. ആദ്യ കാലഘട്ടങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ബുദ്ധിമുട്ടിക്കുവാനും അല്ലാഹുവിന്റെ പ്രവാചകനെ വിഷമിപ്പിക്കുവാനും വേണ്ടി ഇസ്ലാമിന്റെ ലേബലിൽ ഉള്ള ചില ആളുകൾ, മുനാഫിക്കുകളാകുന്ന ആളുകളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമയം കൊല്ലുക എന്ന ലക്ഷ്യത്തോടുകൂടെ മാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇങ്ങനെ സംസാരിച്ചിരിക്കും. അവർക്ക് വേറെ ലക്ഷ്യമൊന്നുമില്ല, റസൂലുള്ളാഹിന്റെ സമയം എങ്ങനെ വെറുതെ കളയുക എന്ന ലക്ഷ്യമായിരുന്നു. അതുകൊണ്ട് അല്ലാഹു തആല പറഞ്ഞു, നിങ്ങൾ എന്ത് വേണം? അല്ലാഹുവിന്റെ റസൂലിനോട് സംസാരിക്കുമ്പോൾ, രഹസ്യ സംഭാഷണം നടത്തുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരു സ്വദഖ അല്ലാഹുവിന്റെ റസൂലിന് സമർപ്പിക്കണം. അത് നിങ്ങൾക്ക് ഏറ്റവും ഖൈറായതാണ്, അത് ഏറ്റവും കൂടുതൽ ശുദ്ധമായിരിക്കും എന്ന് ഓർമ്മപ്പെടുത്തി. ഇവിടെ ഒരു കാര്യം, ഇത് ഒരിക്കലും അല്ലാഹുവിന്റെ റസൂലിനുള്ളതല്ല. റസൂലിനുള്ളത് ആണെങ്കിൽ സ്വദഖ എന്ന് പറയില്ല. സ്വദഖ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വീകരിക്കാൻ പറ്റൂല, റസൂലുള്ളാഹിക്ക് സ്വദഖ പറ്റൂല. റസൂലുള്ളാഹിക്ക് വല്ലതും കൊടുക്കുകയാണെങ്കിൽ ഹദിയയായി, സമ്മാനമായിട്ടേ കൊടുക്കാൻ പറ്റൂ. അപ്പോൾ ഇവിടെ അല്ലാഹു തആല റസൂലുള്ളാഹിക്ക് നിങ്ങൾ സ്വദഖ കൊടുക്കണം എന്ന് പറഞ്ഞത് എന്തിനു വേണ്ടിയാണ്? റസൂലുള്ളാഹിനെ ബുദ്ധിമുട്ടിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടെ മുനാഫിക്കുകളാകുന്ന ആളുകൾ റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് ചർച്ചയ്ക്ക് വരില്ല. കാരണം വല്ല സ്വദഖ ആദ്യം കൊടുക്കേണ്ടി വരുമല്ലോ, അത് വിചാരിച്ചിട്ട് അവർ വരില്ല. ഇങ്ങനെ കിട്ടുന്ന സ്വദഖകൾ പാവങ്ങളാകുന്ന ആളുകൾക്ക് അവരുടെ വിശപ്പിന് പരിഹാരമാകും എന്ന നിലക്ക് അല്ലാഹു തആല പറഞ്ഞു, നിങ്ങൾ അങ്ങനെ ചെയ്യണം. എന്നിട്ട് അല്ലാഹു പറയാ, ഫഇല്ലം തജിദൂ, ഇനി നിങ്ങൾക്ക് അത് കിട്ടിയില്ലെങ്കിൽ, ഫഇല്ലം തജിദൂ, നിങ്ങൾക്ക് അത് കിട്ടിയില്ല, റസൂലുള്ളാഹിനോട് നിങ്ങൾക്ക് എന്തോ പറയാണ്ട്,
നിങ്ങൾക്ക് അള്ളാഹുവിന്റെ റസൂലിനോട് ഒരു സ്വകാര്യമായ സംഭാഷണം നടത്താനുണ്ട്, സ്വതക്ക ചെയ്യണം, നിങ്ങൾക്ക് സ്വതക്കൊന്നും കിട്ടിയില്ല കൊടുക്കാൻ, അത് വിചാരിച്ചിട്ട് നിങ്ങൾ വേദനിക്കൊന്നും വേണ്ട. തീർച്ചയായും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവൻ പൊറുക്കുന്നവനാണ്, അവൻ കരുണാവാരിധിയുമാകുന്നു, അവൻ കരുണാനിധിയാണ്. അത് കിട്ടിയില്ലെങ്കിലും നിങ്ങൾ പ്രയാസപ്പെടേണ്ടതില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തി. അപ്പൊ സ്വതക്ക എന്നതുകൊണ്ട് വളരെ കൃത്യമാണ്, അത് സാധുക്കൾക്ക് വേണ്ടിയുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ളതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വതക്ക സ്വീകരിക്കാൻ പറ്റില്ല, അത് ഹദിയയാണ്. റസൂലുള്ളാഹിനോട് ഇത്തരത്തിലുള്ള രഹസ്യ സംഭാഷണം നടത്തുന്നതിന് മുമ്പ് സ്വതക്ക കൊടുക്കണം എന്ന് പറഞ്ഞു. എന്നാൽ അത് പല കാരണങ്ങളാൽ സ്വഹാബികൾക്ക് അത് വലിയ പ്രയാസമായി. കാരണം ഒന്നും കൊടുക്കാൻ കഴിയാതെ കൊടുക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ഉണ്ടായപ്പോൾ തൊട്ടുടനെയുള്ള 13-ാമത്തെ ആയത്ത് ഇറങ്ങി. ഒരു ചെറിയ അയവ് വരുത്തിക്കൊണ്ട് അടുത്ത ആയത്തിറങ്ങി. എന്താണ് ആ ആയത്ത്? 13-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം, നിങ്ങൾ ഭയപ്പെടുന്നുവോ, നിങ്ങൾക്ക് പേടിയായോ? വിശ്വാസികളോട് അല്ലാഹു തആല ചോദിക്കുകയാ, നിങ്ങൾ ഭയപ്പെട്ടുവോ? അൻ തുഖദ്ദിമു, നിങ്ങൾ സമർപ്പിക്കുവാൻ ബൈന യദൈ നജ്വാക്കും, നിങ്ങളുടെ സ്വകാര്യ സംഭാഷണത്തിന്റെ മുമ്പിൽ സ്വദഖാത്ത്, വല്ല ദാനധർമ്മങ്ങളും കൊടുക്കണമെന്ന് പറഞ്ഞപ്പോഴേക്ക് നിങ്ങളുടെ മനസ്സുവല്ലാതെ ഭയപ്പെട്ടുവോ, പേടിച്ചുവോ എന്ന് അല്ലാഹു തആല ചോദിക്കുക വിശ്വാസികളോട്. പേടിക്കൊന്നും വേണ്ട. ഫഇല്ലം തഫ്അലു, എന്നാൽ നിങ്ങൾ അങ്ങനെ ചെയ്യാതിരിക്കെ, നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിലും അല്ലാഹു മാപ്പാക്കുകയും ചെയ്തിരിക്കെ അലൈക, നിങ്ങളോട്, നിങ്ങളുടെ രഹസ്യ സംഭാഷണത്തിന്റെ മുമ്പിൽ വല്ല ദാനധർമ്മവും സമർപ്പിക്കുന്നതിന് നിങ്ങൾ ഭയപ്പെട്ടുവോ, എന്നാൽ അത് നിങ്ങൾ ചെയ്യാതിരിക്കുകയും അള്ളാഹു നിങ്ങൾക്ക് മാപ്പ് നൽകുകയും ചെയ്തിരിക്കുകയാൽ നിങ്ങൾ വേദനിക്കേണ്ടതില്ല, വിഷമിക്കേണ്ടതില്ല എന്ന് അല്ലാഹു തആല അവരെ ആശ്വസിപ്പിച്ചു. ഒന്നും കൊടുത്തില്ല എന്ന് കരുതിയിട്ട് അത് ഒരു വലിയ കുറ്റമൊന്നും ആവുകയില്ല എന്നാണ് അല്ലാഹു തആല പറയുന്നത്. അല്ലാഹു തആല പുറത്തു തരും. ഫഅഖീമു, നിങ്ങൾ നിലനിർത്തുകയും ചെയ്യണം, അസ്സലാ, നിങ്ങൾ നിസ്കാരം നിലനിർത്തുന്നവരാകണം, വആതുസ് സക്കാ, നിങ്ങൾ സക്കാത്ത് കൊടുക്കുന്നവരാകണം, വഅതീഉല്ലാഹ വറസൂല, നിങ്ങൾ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുകയും ചെയ്യണം. അതിന്റെ ഇടയ്ക്ക് അല്ലാഹു തആല പറഞ്ഞതാണ് ഈ 3 വിഷയം ജീവിതത്തിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളായതുകൊണ്ട് അല്ലാഹു തആല പറഞ്ഞു, ഫഅഖീമുസ് സ്വലാ, 5 വഖത്ത് നിസ്കാരം കൃത്യമായി നിലനിർത്തുന്നവരാകണം നിങ്ങൾ, വആതുസ് സക്കാ, നിങ്ങൾ സക്കാത്ത് കൃത്യമായി അതിന്റെ കണക്ക് നോക്കി കൊടുക്കുന്നവരാകണം, വഅതീഉല്ലാഹ വറസൂല, അല്ലാഹുവും റസൂലും എന്ത് പറഞ്ഞുവോ അവരെ കൃത്യമായി നിങ്ങൾ അനുസരിക്കുകയും ചെയ്യുന്നവരാവുക. വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി അല്ലാഹു സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ഒരുപാട് വിഷയങ്ങൾക്ക്, ഇന്നത്തെ കാലം പോലെയല്ല, എല്ലാ വിഷയത്തിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വരേണ്ടി വരും. നമ്മൾ തുടക്കത്തിൽ തന്നെ കണ്ടില്ലേ, ഭർത്താവ് തന്നെ ലിഹാർ ചെയ്തപ്പോ പ്രശ്നപരിഹാരത്തിന് വേണ്ടി, സംഭാഷണത്തിന് വേണ്ടി അവർ എവിടേക്കാ ഓടിയത്? അള്ളാഹിന്റെ റസൂലിന്റെ അരികിലേക്ക്. അവർക്ക് റസൂലുള്ളാഹിയുമായി എപ്പോഴും സംസാരിക്കേണ്ട സാഹചര്യങ്ങളാണ്. എല്ലാത്തിനും റസൂലുള്ളാഹിയിൽ നിന്ന് അവർക്ക് മറുപടി കിട്ടണം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായുള്ള സ്വകാര്യ സംഭാഷണങ്ങളുടെ ആധിക്യം, വർധനവ് ഉണ്ടാവുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വൈര്യം കിട്ടുകയും ചെയ്യുക എന്ന ലക്ഷ്യമായിരുന്നില്ല ഇതിന്റെ പിന്നിൽ, ആയിരുന്നില്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബുദ്ധിമുട്ടിക്കുകയും അതേ പ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമയം നഷ്ടപ്പെടുത്തുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടുകൂടെ മുസ്ലിമീങ്ങൾ അല്ലാത്ത മുനാഫിക്കുകളാകുന്ന ആളുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ കൂടിയാലോചനയ്ക്ക് വേണ്ടി വരുമായിരുന്നു. അത്തരം സാഹചര്യത്തിലാണ് അത് പറഞ്ഞത്. എന്നാൽ വിശ്വാസികൾക്ക് ഒരു ഒഴിവ് കഴിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഇളവ് കൊടുത്തു. നിങ്ങൾക്കത് ഇല്ല എന്ന് കരുതിയിട്ട് നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് പോകുന്നതിൽ നിന്നോ അതല്ലെങ്കിൽ റസൂലുള്ളാഹിയോട് നിങ്ങൾ സംഭാഷണം നടത്തുന്നതിൽ നിന്നോ നിങ്ങൾ ഒരിക്കലും പിന്തിരിയേണ്ടതില്ല എന്ന് വിശ്വാസികൾക്ക് ഈ വചനം മുഖേന അല്ലാഹു തആല ഒഴിവ് നൽകി, ഒരു ഒഴിവ് കഴിവ് നൽകി. എന്നാൽ നിസ്കാരത്തിന്റെയും സക്കാത്തിന്റെയും നിർബന്ധ കടമകൾ, അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുന്ന കാര്യം ഏറെ ഗൗരവത്തിലെടുക്കണമെന്നും അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുകയും ചെയ്തു. തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മുനാഫിക്കുകളാകുന്ന ആളുകളെ കുറിച്ച് അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. മുനാഫിഖ് എന്ന് പറഞ്ഞാൽ പേരുകൊണ്ട് മുസ്ലിമീങ്ങളോടൊപ്പം നിൽക്കും, ഞങ്ങൾ നിങ്ങളുടെ ആളാണെന്ന് പറയും. എന്നിട്ട് കിട്ടിയ തഞ്ചം നോക്കി മുസ്ലിമീങ്ങളെയും ഇസ്ലാമിനെയും റസൂലുള്ളാഹിക്കും എതിരെ തിരിയുകയും ചെയ്യുന്ന ചില ആളുകൾ ഉണ്ടായിരുന്നു, മുനാഫിക്കുകൾ. അവരെ കുറിച്ചാണ് 14-ാമത്തെ ആയത്ത്. അലം തറ ഇലല്ലദീന തവല്ലൗ ഖൗമൻ ഗളിബല്ലാഹു അലൈഹിം, അലം തറ, നബിയേ നീ നോക്കി കാണുന്നില്ലേ, നബിയേ നീ കാണുന്നില്ലേ, ഇലല്ലദീന തവല്ലൗ, മൈത്രി ബന്ധം സ്ഥാപിച്ചവരിലേക്ക് നീ നോക്കുന്നില്ലേ? എങ്ങനെ മൈത്രി ബന്ധം സ്ഥാപിച്ചവർ? ആരോട് മൈത്രി ബന്ധം സ്ഥാപിച്ചവർ? കൗമൻ, ഒരു സമൂഹത്തോട്, ഒരു ജനതയോട് മൈത്രി ബന്ധം സ്ഥാപിച്ച ആളുകൾ. എങ്ങനത്തെ സമൂഹമാണത്?
അള്ളാഹു കോപിച്ചിരിക്കുന്നു അലൈഹിം അവരോട്. അപ്പൊ അള്ളാഹു കോപിച്ചിട്ടുള്ളതായ ഒരു ഖൗമിനോട് ശക്തമായ മൈത്രി ബന്ധം സ്ഥാപിച്ചവരെ നബിയെ നീ നോക്കിക്കാണുന്നില്ലേ? എന്താണ് അവരുടെ പ്രത്യേകത? മാഹും അവരല്ല മിൻകും നിങ്ങളിൽപ്പെട്ടവർ അല്ല, അവർ യഥാർത്ഥത്തിൽ നിങ്ങളിൽപ്പെട്ടവരല്ല. അവർ വലാ മിൻഹും അവരിൽപ്പെട്ടവരുമല്ല, നിങ്ങളിൽപ്പെട്ടവരല്ല അവരിൽപ്പെട്ടവരുമല്ല. അങ്ങനെയുള്ള ചില ആളുകൾ അഥവാ മുനാഫിഖുകൾ, അവർ ഇസ്ലാമിന്റെ ശത്രുക്കളാകുന്ന ആളുകളോട്, അള്ളാഹു കോപിച്ചിട്ടുള്ള ആളുകളോട് അവർ വല്ലാതെ മൈത്രി ബന്ധം സ്ഥാപിച്ചിരിക്കുകയാണ്. എന്നിട്ട് അവരെന്താ ചെയ്യുന്നത്? വയഹ്ലിഫൂന, അവർ ശപഥം ചെയ്യുന്നു, അലൽ കദിബ്, വ്യാജത്തിന്റെ മേൽ. ഞങ്ങൾ നിങ്ങളുടെ ആൾ തന്നെയാണ്, ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാകും ഏത് പ്രതിസന്ധികളിലും, ഞങ്ങൾ മുസ്ലിമീങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ശപഥം ചെയ്യുന്നു. അലൽ കദിബ്, അവരുടെ ആ ശപഥം വ്യാജമാണ്. വ്യാജത്തിന്റെ മേലിലാണ് അവർ ശപഥം ചെയ്യുന്നത്, സത്യം ചെയ്യുന്നത്. വഹും, അവർ യഅലമൂന, അറിഞ്ഞുകൊണ്ടാണ് അത് ചെയ്യുന്നതും, അറിയാതെ ചെയ്യുന്നതല്ല, അറിഞ്ഞുകൊണ്ട്. ഞങ്ങൾ അവരിൽപ്പെട്ടവരല്ല, ഞങ്ങൾ മുസ്ലിമീങ്ങളല്ല, ഞങ്ങൾക്ക് അള്ളാഹുവിലും റസൂലിലും അന്ത്യനാളിലും ഒന്നും വിശ്വാസമില്ല എന്ന കൃത്യമായ അറിവ് ഉണ്ടായിക്കൊണ്ട് തന്നെ അവർ ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ് എന്ന് വ്യാജത്തിന്റെ മേൽ ശപഥം ചെയ്യുന്ന ആളുകൾ അവർ ഒരിക്കലും നിങ്ങളിൽപ്പെട്ടവരല്ല എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ട് പിന്നീട് പറയാം, അഅദ്ദല്ലാഹു ലഹും അദാബൻ ശദീദാ. അഅദ്ദല്ലാഹു, അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്നു, അഅദ്ദ ഒരുക്കി വെച്ചു, അല്ലാഹ് ലഹും അവർക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്, അദാബ ശിക്ഷയെ, ശദീദൻ അതിശക്തമായ അതികഠിന കഠോരമായ ശിക്ഷ അല്ലാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. എന്തേ കാരണമെന്നറിയോ? ഇന്നഹും, തീർച്ചയായും അവർ, ഏറ്റവും മോശമാണ്, ഏറ്റവും ദുഷിച്ചതാണ്, മാക്കാനൂ യഅമലൂന, അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എത്രയോ ദുഷിച്ച പ്രവർത്തനമാണ്. മുസ്ലിങ്ങളോടൊപ്പം നിന്ന് ഞങ്ങൾ നിങ്ങളുടെ ആളാണെന്ന് പറഞ്ഞ് മുസ്ലിമീങ്ങളുടെ ചർച്ചകളും അവരുടെ വിഷയങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലുണ്ടാകുന്ന കാര്യങ്ങളും ഒക്കെ മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുകയും അവരോടൊപ്പം നിൽക്കുകയും ചെയ്യുക, ഇവിടെ വരുമ്പോൾ ഇവരുടെ ആളാവുക, എന്നിട്ട് അവർ മുസ്ലിമീങ്ങളെ ഒറ്റുകൊടുക്കുക എന്ന ഈ പ്രവർത്തനം, ഇന്നഹും സഅ മാ കാനൂ യഅമലൂൻ, തീർച്ചയായും അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഏറ്റവും ദുഷിച്ച പ്രവർത്തനമാണ്. അതുകൊണ്ട് അഅദ്ദല്ലാഹു ലഹും അദാബൻ ശദീദാ, തീർച്ചയായും അവർക്ക് കഠിനമായ ശിക്ഷ ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് അല്ലാഹു പറയാം. വീണ്ടും അല്ലാഹു പറയുന്നു, ഇത്തഖദൂ അയ്മാനഹും ജുന്നതൻ ഫസദ്ദൂ അൻ സബീലില്ലാഹ് ഫലഹും അദാബും മുഹീൻ. ഇത്തഖദൂ, അവർ ആക്കുകയും ചെയ്തു, അയ്മാനഹും അവരുടെ സത്യങ്ങളെ, അവർ ആണയിട്ട് പറയും ഞങ്ങൾ നിങ്ങളുടെ ആളാണ്, ഞങ്ങൾ നിങ്ങളോടൊപ്പമാണെന്ന് അവർ ആണയിട്ട് പറയും, ഞങ്ങൾ ഖുർആനിന്റെ ആളുകളാണ്, ഞങ്ങൾ മുഹമ്മദ് നബിയിൽ വിശ്വസിച്ചവരാണ് എന്നൊക്കെ അവർ ആണയിട്ട് പറയുന്നു. അവരുടെ ആ ഐമാനുകൾ, അവരുടെ സത്യങ്ങളെ അവർ ആക്കി ജുന്നത്തൻ, ഒരു പരിചയാക്കിയിരിക്കുകയാണ്, ഒരു മറ. ഇത് ഇടക്കിടക്ക് ഇങ്ങനെ അവർ സത്യം ചെയ്യണത് എന്തിനു വേണ്ടിയാണ്? ഒരു മറയാക്കിയിരിക്കുകയാണ് അവർ. മുസ്ലിമീങ്ങളുടെ ആളുകളാണെന്ന് മുസ്ലിമീങ്ങൾ സ്വഹാബിമാർ വിശ്വസിക്കണം. അത്തരത്തിൽ അവരെ വിശ്വാസികളുടെ കൂട്ടത്തിലും ഗണത്തിലും പെടുത്തുവാൻ വേണ്ടിയുള്ള ഒരു മറയായിട്ടാണ് അവർ അവരുടെ ഐമാനുകളെ, അവരുടെ സത്യങ്ങളെ, അവരുടെ ആണുകളെ അവർ സ്വീകരിച്ചിട്ടുള്ളത്. ഫസ്വദ്ദൂ, എന്നിട്ട് അവരെന്താണ് ചെയ്യുന്നത്? ഞങ്ങൾ നിങ്ങളുടെ ആളാണെന്ന് പറഞ്ഞു അവർ സത്യം ചെയ്ത് പറഞ്ഞു, എന്നിട്ട് അവർ ഫസ്വദ്ദൂ, അവർ തടഞ്ഞു, അൻ സബീലില്ലാ, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ അവർ തടയുകയാണ് ചെയ്യുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിന്റെയും ഒക്കെ കുറ്റവും കുറവുകളും അപരാധങ്ങളും വേണ്ടാത്തതുമൊക്കെ മറ്റുള്ള ആളുകളിൽ പ്രചരിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ജനങ്ങൾ വരുന്നതിൽ നിന്ന് തടയുകയാണ് ഈ കപടന്മാരാകുന്ന ആളുകൾ ചെയ്യുന്നത്. അവരുടെ സത്യം അതൊരു മറ മാത്രമാണ്. ഫലഹും അദാബും മുഹീൻ, ഫലഹും അവർക്കുണ്ട്, അദാബും മുഹീൻ, അപമാനകരമായ ശിക്ഷയുണ്ട്. 16-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു മുനാഫിഖുകൾക്ക് അദാബും മുഹീൻ, അപമാനകരമായ ശിക്ഷയുണ്ട്. 15-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു അദാബൻ ശദീദ, അതികഠിനമായ ശിക്ഷ ഞാൻ അവർക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നൊക്കെ അള്ളാഹു തആല പറഞ്ഞു. മുനാഫിഖുകളാകുന്ന ആളുകൾ മൈത്രി ബന്ധം സ്ഥാപിച്ചത് ആരോടാണ്? അവർ മൈത്രി ബന്ധം സ്ഥാപിച്ചത്? അവരുടെ ഏറ്റവും വലിയ ചങ്ങാതിമാരായി, കൂട്ടുകാരായി അവർ തെരഞ്ഞെടുത്തത് ആരെയാണ്? ഖൗമൻ ഗളിബല്ലാഹു അലൈഹിം, അള്ളാഹുവിന്റെ ശാപത്തിനും അവന്റെ കോപത്തിനും വിധേയരായവരെയാണ് എന്നാണ് അള്ളാഹു പറയുന്നത്. ആരാണ് അള്ളാഹുവിന്റെ ശാപകോപത്തിന് വിധേയരായവർ? അത് യഹൂദരാണ്. ആ യഹൂദരെ അള്ളാഹു ശപിച്ചവരാണ്, അള്ളാഹുവിന്റെ കോപത്തിന് വിധേയരായവരാണ്. ആ അള്ളാഹുവിന്റെ ശാപകോപത്തിന് വിധേയരായ യഹൂദരുമായിട്ടാണ് അവരുടെ കൂട്ടുകെട്ട്, മുനാഫിഖുകളുടെ. അവരുമായിട്ടാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളത്, ബന്ധമുള്ളത്. എന്നിട്ട് ഈ യഹൂദികളും കപടന്മാരും കൂടി മുസ്ലിമീങ്ങളാകുന്ന സ്വഹാബത്തിനെ പലതരത്തിലുള്ള ഗൂഢാലോചനകളിൽ അവർ പരസ്പരം പങ്കാളികളായി ഇസ്ലാമിനെയും മുസ്ലിമീങ്ങൾക്കും എതിരെ തിരിയുകയാണ് ചെയ്യുന്നത്.
എന്നിട്ട് അവർ ജനങ്ങളെ ഇസ്ലാമിൽ നിന്ന് അകറ്റുകയാണ്, മുസ്ലിമീങ്ങളിൽ നിന്ന്, ഇസ്ലാമിൽ നിന്ന്, മുഹമ്മദ് നബിയിൽ നിന്ന് അകറ്റുകയാണ് ചെയ്യുന്നത്. അവർക്ക് ശിക്ഷയുണ്ടെന്നാണ് അല്ലാഹു തആല പറയുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത്തരം മുനാഫിഖുകളെ ഈ സമൂഹത്തിൽ നമുക്ക് കാണാവുന്നതാണ്. മറ്റുള്ള എല്ലാ മതങ്ങളെയും പരസ്പരം കൂട്ടുപിടിക്കുന്ന ആളുകൾ പല വിഷയങ്ങളിലും ഇസ്ലാമിനെ, മുസ്ലിമീങ്ങൾക്കെതിരെ, മുസ്ലിമീങ്ങളെ പ്രയാസപ്പെടുത്തുന്ന ഏതെങ്കിലും ഒരു വിഷയം വരുമ്പോൾ ആ വിഷയത്തിൽ മറ്റുള്ള പല ആളുകളും ഒറ്റക്കെട്ടാകുന്നത് കാണാൻ കഴിയും. എന്താണ് അവർക്ക് ഒറ്റക്കെട്ടാകാനുള്ള കാരണം? ഒറ്റ കാരണം മാത്രമേ ഉള്ളൂ: മുസ്ലിമീങ്ങളോടുള്ള വിദ്വേഷം. മുസ്ലിമീങ്ങളെ അവർ ശത്രുപക്ഷത്ത് നിർത്തുന്നു എന്നതാണ്. മുസ്ലിമീങ്ങളോടുള്ള ദേഷ്യവും അടങ്ങാത്ത പകയുമാണ് അന്ന് യഹൂദികളും മുനാഫിക്കുകളും ഒറ്റക്കെട്ടായി മൈത്രി ബന്ധം സ്ഥാപിച്ചത്. ഇന്ന് നമുക്ക് അത്തരം ആളുകളെ കാണാവുന്നതാണ്. അതിൽ ചില മുസ്ലിം നാമധാരികളും ഉണ്ടാകും. പേരുകൊണ്ട് മുസ്ലിമായിരിക്കും, അവൻ്റെ ബാപ്പയോ അവൻ്റെ ഉമ്മയൊക്കെ മുസ്ലിമായിരിക്കും. എന്നിട്ട് മുസ്ലിമീങ്ങളോടുള്ള, ഇസ്ലാമിനോടുള്ള ദേഷ്യം, പക, ഒരിക്കലും തീർത്താൽ തീരാത്ത പകയുടെ കാരണത്താൽ മുസ്ലിമീങ്ങളുടെ എതിർചേരിയിൽ നിൽക്കുന്നു ആളുകൾ നമുക്ക് കാണാൻ കഴിയും. അവർ ഒന്നാകാനുള്ള കാരണം, അവർ വലിയ ബന്ധുക്കളാകാനുള്ള കാരണം, ഇസ്ലാമിന്റെ എതിർചേരിയിൽ അത്തരം ആളുകളെയൊക്കെ നിലയുറപ്പിക്കുന്നത്, അത് ജൂതന്മാരാകട്ടെ, നസ്വാറാക്കളാകട്ടെ, ആരാണെങ്കിലും അവരോടൊപ്പം മറ്റു പല കക്ഷികളും കൂട്ടുചേരാനുള്ള കാരണം ഒന്ന് മാത്രമാണ്. എന്ത്? മറുഭാഗത്തുള്ളത് മുസ്ലിമീങ്ങളാണ് എന്നതാണ് കാരണം. ആ ഒരു കാരണമല്ലാതെ മറ്റൊരു കാരണങ്ങളും ഇസ്ലാമിന്റെ എതിർഭാഗത്ത് നിൽക്കാൻ ഇന്നുമില്ല, അന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഈ മുനാഫിഖുകളെ, ഇസ്ലാമിന്റെ പേര് സ്വീകരിച്ച്, മുസ്ലിമീങ്ങളുടെ നാമം സ്വീകരിച്ചുകൊണ്ട് മുസ്ലിങ്ങളോടൊപ്പം നിന്ന് മുസ്ലിമീങ്ങളെ ഒറ്റുകൊടുക്കുന്ന ആളുകളെ നിങ്ങൾ കരുതിയിരിക്കണം. അത്തരം ആളുകൾക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട്, അവർക്ക് അപമാനകരമായ ശിക്ഷയുണ്ട് എന്ന് അല്ലാഹു തആല പറഞ്ഞു. മറ്റൊരായത്തിൽ പറഞ്ഞിട്ടുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതെ ആടിക്കളിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ. മുദബ്ദബീന ബൈന ദാലിക ലാ ഇലാഹ ഉലായി വലാ ഇലാഹ ഉലായി. മുസ്ലിങ്ങളോടൊപ്പം വരുമ്പോൾ, പള്ളിയിൽ വരുമ്പോൾ മുസ്ലിങ്ങളോടൊപ്പം നിൽക്കും, അവരോടൊപ്പം നിസ്കരിക്കാനുണ്ട്, റുക്കൂ ചെയ്യാനുണ്ട്, അവരുടെ വയൽ കേൾക്കാനുണ്ട്, എല്ലാത്തിനും അവരുണ്ട്. എന്നാൽ മറ്റൊരു ഭാഗത്ത് വന്ന് ഇസ്ലാമിനെതിരെ തിരിയുകയും ഇസ്ലാമിന്റെ മറുഭാഗത്ത് നിൽക്കുകയും ചെയ്യുന്ന ചില ആളുകൾ ഉണ്ട്. അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ലാതെ ആടിക്കളിക്കുന്ന ആളുകൾ. അവർ ഇസ്ലാമിന്റെ ഗുണകാംക്ഷികളാണ് ഞങ്ങൾ എന്നാണ് അവർ ആവർത്തിച്ച് ശപഥം ചെയ്യാം. ഇപ്പം വഖഫ് ബോർഡ് ബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകളിലൊക്കെ അവർ പറയുന്നത്, ഇസ്ലാം വർഗീയവാദികൾ പറയുന്നത് എന്താ? ഞങ്ങൾ ഈ ബില്ല് കൊണ്ടുവന്നത് മുസ്ലിമീങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ്, ഇസ്ലാമിന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ്, ഗുണകാംക്ഷ മാത്രമേ ഞങ്ങൾക്ക് അതിന്റെ പിന്നിലുള്ളൂ എന്ന് ആവർത്തിച്ച് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ശപഥം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരു വർത്തം നോക്ക്. അവരുടെ ഈ വർത്താനം, അത് മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണ്, നിങ്ങളവരുടെ സ്വന്തക്കാരാകാനാ, ഞങ്ങൾ നിങ്ങളെ സ്വന്തക്കാരാണ് എന്ന് പറയുന്ന ഈ വർത്തമാനം, അത് വെറും ഒരു മറ മാത്രമാണ് എന്നാണ് അല്ലാഹു തആല പറയുന്നത്. അത് വെറും ഒരു മറ മാത്രമാണ്. അവരുടെ യഥാർത്ഥ നില വെളിച്ചത്താകാതിരിക്കാനുള്ള ഒരു മറ മാത്രമാണ്. ഞങ്ങൾ മുസ്ലിമീങ്ങളോടൊപ്പമാണ്, നിങ്ങളുടേത് പലതും പല ആളുകളും തട്ടിക്കൊണ്ടുപോകുന്നുണ്ട്, അത് ഇല്ലാതെയാക്കാനും അത് തിരിച്ചു കൊണ്ടുവരുവാനും ഞങ്ങൾ നിങ്ങളോടൊപ്പം നിൽക്കുന്നവരായതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നിലപാടുകളും ബില്ലുകളും ഞങ്ങൾ പാസ്സാക്കുന്നത് എന്ന് പറയുന്ന വർത്തമാനങ്ങൾ, അത് അവരുടെ നിലപാടുകൾ പുറത്തു ചാടാതിരിക്കാനുള്ള വെറും ഒരു മറ മാത്രമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരിക്കലും നമ്മൾ മുനാഫിഖീങ്ങളുടെ ലിസ്റ്റിൽ ഉണ്ടാകാൻ പാടില്ല. പേരുകൊണ്ട്, തറവാട് കൊണ്ട് മാത്രം ഒരു മുസ്ലിമായാൽ പോരാ. മറിച്ച് അള്ളാഹും അവന്റെ റസൂലും പഠിപ്പിച്ചത് കൃത്യമായി ജീവിതത്തിൽ പാലിക്കുന്ന മുസ്ലിമീങ്ങളായി മാറണം. ഇസ്ലാമിനെ ഒറ്റുകൊടുക്കുന്നവരാകരുത്. മുസ്ലിമീങ്ങൾക്ക് പ്രയാസമുണ്ടാകുന്ന ഒരു വർത്തമാനങ്ങളും നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പാടില്ല, ഒരു മെസ്സേജുകളും നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പാടില്ല. അതൊക്കെ നിഫാഖിന്റെ അടയാളമാണ്. ഇസ്ലാമിനെ ഒറ്റുകൊടുക്കാൻ പാടില്ല. ഏത് സമയത്തും ഇസ്ലാമിനെ മറ്റുള്ള ആളുകൾ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന സാഹചര്യങ്ങളിൽ ഇസ്ലാമിനോടൊപ്പം നിൽക്കാൻ, മുസ്ലിമീങ്ങളോടൊപ്പം നിൽക്കാൻ തീർച്ചയായും വിശ്വാസികളാകുന്ന നമുക്കൊക്കെ കഴിയേണ്ടതുണ്ട്. ഇസ്ലാമിന്റെ ഇസ്സത്തിന് വേണ്ടി നമ്മുടെയൊക്കെ പ്രാർത്ഥനകളിൽ ഉണ്ടാവുകയും വേണം. ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. സന്തോഷത്തോടെ, ആഹ്ലാദത്തോടുകൂടെ നമ്മുടെയൊക്കെ മുൻഗാമികൾ ജീവിച്ചു വന്നിരുന്ന ആ ഒരു സാഹചര്യം നമ്മുടെ നാടുകളിൽ നിലനിൽക്കണം. അതിനുവേണ്ടിയുള്ള പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും നമ്മുടെയൊക്കെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം. വിവേകമാണ് നമുക്ക് വേണ്ടത്. അവിവേകത്തോടുകൂടെ എടുത്തുചാടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകരുത്. മുസ്ലിമീങ്ങളെയും ഇസ്ലാമിനെയും പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ഒരു പ്രവർത്തനങ്ങളും ഒരു വാക്കുകളും ഒരു മെസ്സേജുകളും നമ്മുടെ ഒന്നും ഭാഗത്ത് നിന്ന് ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണമെന്ന മഹത്തായ പാഠങ്ങളാണ് ഈ ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത്. പഠിക്കുക, അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മുസ്ലിം സമുദായത്തിന് ഇസ്സത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.